നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനിടെ കോൺഗ്രസിനെ വെട്ടിലാക്കി ഡോക്ടർ ശശി തരൂർ എം പി. തന്നെ മിസ് കോൾ അടിച്ചുപോലും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് ശശി തരൂർ തുറന്നടിച്ചു. ആരെയും പ്രത്യേകം ക്ഷണിക്കേണ്ടതില്ല എന്നായിരുന്നു തരൂരിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി. കോൺഗ്രസിന്റെ താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂർ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖ പുറത്തുവന്നു. നിലമ്പൂരിൽ വോട്ടെടുപ്പ് സമയം പകുതി പിന്നിട്ടപ്പോഴാണ് അതൃപ്തി പരസ്യമാക്കിയുള്ള ശശി തരൂരിന്റെ പ്രതികരണം. സംസ്ഥാന നേതൃത്വം അവഗണിക്കുന്നുവെന്ന ധ്വനിയുള്ളതായിരുന്നു ശശി തരൂരിന്റെ വാക്കുകൾ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവണമല്ലോ. ഓരോരോ സ്ഥലത്ത് ഓരോരോ മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത്, ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനം, മറ്റെവിടെ ഒരു പ്രഭാഷണം, മൂന്നാമത്തത് സ്ഥാനാർത്ഥിയോടൊപ്പം വേദിയിൽ കയറൽ, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പാർട്ടി അവിടെ ലോക്കലി ഓർഗനൈസ് ചെയ്തിട്ട് പറയാറുണ്ട്. അതാണ് സാധാരണ എൻ്റെ അനുഭവം. മര്യാദയോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ക്ഷണിച്ചവിടെ ഞാൻ പോകും, ക്ഷണിക്കാത്തവിടെ അത്ര പോകാറുള്ളൂ. ജൂൺ 2-ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച രേഖപ്രകാരം 40 താരപ്രചാരകരിൽ തരൂരുമുണ്ട്. 8-മനായാണ് പേര് ചേർത്തിരിക്കുന്നത്. അതിനാൽ തരൂരിനെ പൂർണ്ണമായും അവഗണിച്ചുവെന്ന വാദം നിലനിൽക്കില്ല. അപ്പോഴും എന്തുകൊണ്ട് തരൂരിനെ ക്ഷണിച്ചില്ലെന്ന ചോദ്യം നിലനിൽക്കുന്നു. തരൂരിനെ പോലത്തെ സീനിയർ ലീഡേഴ്സിനും ഒരാൾക്കും വർക്കിംഗ് കമ്മിറ്റിയിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേക ചുമതലയില്ല, കൊടിക്കുന്നിൽ സുരേഷിന് പ്രത്യേക ചുമതലയില്ല, കെ സുധാകരന് പ്രത്യേക ചുമതലയില്ല. ചുമതല കൊടുക്കുന്നത് പഞ്ചായത്തിലെ ചുമതല കൊടുത്തത് അതിനേക്കാൾ KPCC ഭാരവാഹികൾക്കും MLA-മാർക്കും MP-മാർക്കുമാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പ്രതികരണത്തിൽ KPCC നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ BJP-യിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങളെ ശശി തരൂർ തള്ളിയത് കോൺഗ്രസിന് ആശ്വാസമായി. 24 തിരുവനന്തപുരം.